किधर है आपका काम है आपको काम है काम है रुकने क्या नाम है आपका सुधीर गांव किधर है कोलकाता कभी कहाँ जा रहा है आप कहाँ जा रहा है सलून किधर है सलून किधर 10 किलोमीटर आगे किधर सलून का किधर है सलून आपका सलून किधर है अरे है ना तालूर तलूर तलूर हाँ क्या काम है वहाँ उधर रहता है तलूर पे रहता है तलूर पे किधर नाम मालूम नहीं क्या नाम है उधर കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലൊരു സംഭവം ഉണ്ടായി. സംഭവം എന്ന് പറയുന്നത് ഒരാളുടെ കഴിവ് പ്രകടിപ്പിച്ചതാണ്. കഴിവ് പ്രകടിപ്പിച്ചു എന്നതിനപ്പുറത്തേക്ക് അത് എന്താണ്, ഒരു നിയമത്തിന്റെ കണ്ണിൽ അതൊരു തെറ്റാണെങ്കിൽ, ഏതെങ്കിലും തരത്തിലൊരു നല്ല കഴിവുള്ള മനുഷ്യൻ ചെറിയ തെറ്റുകളൊക്കെ ചെയ്താൽ അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി നമ്മുടെ നിയമം പോലും പശ്ചാത്തപിക്കാനുള്ളൊരു എന്താണ് ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതാണ് നമ്മുടെ ജയിലുകൾ ഉൾപ്പെടെ. അപ്പം ചെറിയ തെറ്റുകളൊക്കെ വരുമ്പോൾ അത്തരത്തിലുള്ള നല്ല കഴിവുള്ള മനുഷ്യന്മാരെയൊക്കെ ചേർത്ത് പിടിച്ച് അവരോടൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഒഴിവാക്കേണ്ടതിന് പകരം ഇവരെയൊക്കെ ഭീകരവാദികളെ പോലെ കൈകാര്യം ചെയ്യുക, എടുത്ത് ജയിലിലിടുക, പിന്നെ ഒരു തരത്തിലും ഏതെങ്കിലും ഒരു കഴിവുള്ള ഒരു മനുഷ്യനെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി നിൽക്കുക എന്നതാണോ മലയാളിയുടെ സംസ്കാരമെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുക? എന്ത് കഷ്ടമാണ്. വളരെ കൗതുകമുള്ളൊരു കാര്യം തന്നെയാണ്. വളരെ അതിശയത്തോടു കൂടിയിട്ട് തന്നെയാണ് നാട്ടുകാരെല്ലാം ഇതിനെ നോക്കിയിരുന്നത്. അതുകൊണ്ടാണല്ലോ അവർ വീഡിയോ എടുത്തിട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ അടക്കം പബ്ലിഷ് ചെയ്യുകയും അത് വലിയ വൈറലായി തീരുകയൊക്കെ ചെയ്തത്. അങ്ങനെയാണ് പോലീസിന് പോലും ഐഡിയ കിട്ടിയത് ഇങ്ങനെ ഒരു ആള് ഈ നഗരത്തിലൂടെ സ്കേറ്റ് ചെയ്തുകൊണ്ട് കറങ്ങി നടക്കുന്നുണ്ട് എന്ന്. അതിന് പിന്നാലെയാണ് ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം നടക്കുകയും കഴിഞ്ഞ ദിവസം പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത്. പോലീസ് ആക്ട് 118 പ്രകാരം ആണ് കേസ് എടുത്തിരിക്കുന്നത്. ജാമ്യം ലഭിക്കുന്ന ഒരു കേസാണ്. എന്തായാലും മുംബൈയിൽ നിന്ന് കേരളത്തിലേക്ക് സ്കേറ്റ് ചെയ്തിട്ട് ഒരാൾ വരിക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത് വളരെ നമുക്ക് കൈയടിക്കേണ്ട. അദ്ദേഹത്തിന് നിയമപരമായിട്ട് അവിടെ ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും അദ്ദേഹം കാണിച്ച ആ ഒരു മനസ്സ് ഇദ്ദേഹത്തിന്റെ ഒരു ഹോബിയാണെന്ന്, സ്കേറ്റിംഗ് ഇദ്ദേഹത്തിന്റെ ഒരു ഹോബിയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ സഹോദരനെ കാണാൻ വേണ്ടിയിട്ടാണ്, 25 വയസ്സുള്ള ഒരു യുവാവാണ്. ആ യുവാവ് കേരളത്തിലുള്ള തൃശ്ശൂരിൽ ജീവിക്കുന്ന തന്റെ സഹോദരനെ കാണാൻ വേണ്ടിയിട്ടാണ് സ്കേറ്റ് ചെയ്തിട്ട് വന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടും അറിയാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ ജനിച്ചൊരു വ്യക്തിയാണ്, മുംബൈയിൽ സ്ഥിരതാമസക്കാരനാണ്. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് ഇവിടെ കേരളത്തിൽ ജോലി ചെയ്യുന്നത്. ഇതൊരു പാർത്ത നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട്, നമുക്ക് എല്ലാവർക്കും ട്രാവൽ ചെയ്യാൻ ഭയങ്കര കൗതുകമുള്ള, അല്ലെങ്കിൽ ട്രാവലിനെയൊക്കെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. പ്രത്യേകിച്ചും ഈ റോഡ് ട്രാവലിന്, ബൈക്ക് ട്രിപ്പ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മളുടെയൊക്കെ ഒരു കാഴ്ചപ്പാടിൽ ഇദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൗതുകമുള്ളതും അത്ഭുതം ഉള്ളൊരു പ്രവൃത്തി തന്നെയാണ്. കാരണം സ്കേറ്റിംഗ് ഒരു കായിക ഇനം കൂടിയാണ്. ഇന്ത്യ വേൾഡ് ചാമ്പ്യൻഷിപ്പിലൊക്കെ ഇന്ത്യയിൽ നടക്കം നിരവധി ആളുകൾ മത്സരിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ഇനം തന്നെയാണ് ഈ സ്കേറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ ഇതുവരെ ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ളൊരു വെന്നിക്കൊടി സ്കേറ്റിങ്ങിൽ കാണിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇപ്പോഴും ഇറ്റലി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ചൈന പോലുള്ള പല രാജ്യങ്ങളുമാണ് സ്കേറ്റിങ്ങിൽ വലിയ വിജയങ്ങൾ നേടിയിട്ടുള്ളത്. സ്വർണ്ണ മെഡലും അതുപോലെ തന്നെ മറ്റു പല അംഗീകാരങ്ങളും ലഭിച്ചിട്ടുള്ളത്. ഈ സ്കേറ്റ് ട്രെയിൻ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അതായത് ചാമ്പ്യൻഷിപ്പിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സ്കേറ്റിങ്ങിന് പോകുന്നവർ, അവർ ഈ ട്രെയിനിങ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്, ഈ കോച്ചസ് ഇവരെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് റോഡിലാണ് യഥാർത്ഥത്തിൽ ഇവർ സ്കേറ്റിംഗ് ചെയ്ത് പഠിക്കേണ്ടത്. അതായത് പബ്ലിക് റോഡിലാണോ? അതായതല്ല, റോഡിലാണ് പൊതുവെ രീതിയിൽ ഇവരെ സ്കേറ്റ് ചെയ്ത് പഠിപ്പിക്കാറുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം കൃത്യമായിട്ടും ഇവിടെ ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുക തന്നെ വേണം. ഇദ്ദേഹം അവിടെ നിയമത്തിന്റെ ചില പിശകുകളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു അംഗീകാരമെങ്കിലും നമ്മൾ നൽകേണ്ടതാണ്. ഇവിടുത്തെ സർക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രി അടക്കം ഇദ്ദേഹത്തിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു പോസ്റ്റെങ്കിലും ഇടേണ്ടതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം മുംബൈയിൽ നിന്ന് കേരളത്തിലേക്ക് ഏകദേശം 1444 1500 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട്. അത്രയും ഡിസ്റ്റൻസ് ആണ് വെറും 6 ദിവസം കൊണ്ടാണെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. 6 ദിവസം കൊണ്ട് താണ്ടി ഇദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്.
അല്ല, ഇദ്ദേഹത്തിനെതിരെ കേസ് ഇപ്പൊ ഇവിടെ സമൂഹ മാധ്യമങ്ങളിലടക്കം നിരവധി ആളുകൾ വിമർശിച്ചുകൊണ്ട്, യുവാക്കളാണ് വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഞാൻ ഏതാനും ചില കമന്റുകളൊന്ന് വായിക്കാം. അങ്ങനെ ഒരു നല്ല സ്കേറ്റിംഗ് കാരനെ കൂടി തകർത്തു, വെൽ ഡൺ. ഇനി ജീവിതത്തിൽ അയാൾ കേരളത്തിലേക്ക് വരില്ല, ഒരുത്തനെയും വളരാൻ അനുവദിക്കരുത്. ഇത്തരം സാഹസിക പ്രവർത്തിക്ക് നല്ല അവാർഡല്ലേ കൊടുക്കേണ്ടത് തുടങ്ങിയ അയാളെ അനുകൂലിച്ചുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ കമന്റുകൾ. അല്ല, ഈ കാര്യത്തിൽ ഒരു കേസെടുത്ത പോലീസിന്റെ നടപടിയോടാണ് എനിക്ക് വിയോജിപ്പുള്ളത്. കാര്യം, ഒരാൾ ഇത്രയും ഒരു കഴിവുള്ള മനുഷ്യനാണ് അയാൾ. സ്കേറ്റിംഗ് ഒരു അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഒരു കായിക ഇനമായിട്ട് ഇന്ത്യ വരെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു കായിക ഇനത്തെ, സ്പോർട്സ് ഐറ്റത്തെ ആ രീതിയിൽ നല്ല കഴിവുള്ളൊരു മനുഷ്യൻ മുംബൈയിൽ നിന്ന് സ്കേറ്റ് ചെയ്ത് ഇവിടം വരെ എത്തുമ്പോൾ അദ്ദേഹത്തിന് ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റി. അദ്ദേഹം വണ്ടിയുടെ മുകളിൽ വെച്ച് സ്കേറ്റ് ചെയ്തു, റോഡിൽ കൂടെ സ്കേറ്റ് ചെയ്തു, ശരിയാണ്. അദ്ദേഹത്തിന് മുംബൈയിലെ സംസ്കാരമൊക്കെ വെച്ചുകൊണ്ട് കേരളത്തിൽ അദ്ദേഹത്തോട് ചെയ്തു പോയി. അങ്ങനെയാണെങ്കിൽ തന്നെ പോലീസ് അദ്ദേഹത്തെ വിളിച്ച് ഒന്ന് ഉപദേശിച്ച് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും അത് ഒരു മനഃപൂർവ്വമുള്ള വീഴ്ചയല്ല എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി അയാളുടെ കഴിവിനെ അംഗീകരിച്ച് കുറച്ചുകൂടി മാന്യമായി പെരുമാറേണ്ടതായിരുന്നു. കേസുകൾ എടുക്കുന്നത് എന്തിനാണെന്നറിയാവോ? നമ്മൾ മനഃപൂർവ്വം ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് ആ കുറ്റകൃത്യം കൊണ്ട് നമ്മൾ ഒരു സൊസൈറ്റിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണമെന്ന രീതിയിൽ മനഃപൂർവ്വം പെരുമാറുമ്പോഴാണ്. നേരെ തിരിച്ച് ഒരു സ്പോർട്സ്മാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് അത് രാജ്യാന്തരത്തിൽ തന്നെ പ്രശസ്തി ആർജിക്കാനുള്ള, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയെ വാനോളം ഉയർത്താനുള്ള ഒരു ടൂളായി, ഒരു മികച്ച മാധ്യമമായി ഈ മനുഷ്യനെ നാളെ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് ആരാണ് കണ്ടത്? അത് ആരും കണ്ടിട്ടില്ല എന്നുള്ള മാത്രമല്ല, അത് ഇവിടെയുള്ള കേരളത്തിലെ ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നിൽക്കുമ്പോഴാണ് പോലീസ് ഇത്തരത്തിലൊരു പെരുമാറ്റം ഇദ്ദേഹത്തോട് പെരുമാറുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം ഇനി മേലാൽ ഈ പറയുന്ന പോലെ കേരളത്തിലേക്ക് വരുമോ എന്നുള്ളത് സംശയമാണ്. കാരണം എങ്ങനെയാണ് കേരളം ഇദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വരുന്ന രാഷ്ട്രീയക്കാരുണ്ടല്ലോ, ഇപ്പം പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, ഒരു മിനിറ്റ്. പേര് സുപ്രതോ മണ്ഡൽ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. അതായത് ഈ പറയുന്ന വ്യക്തിയെതിരെ കേസെടുത്തപ്പോൾ കേരളത്തിൽ വരുന്ന പല രാഷ്ട്രീയക്കാരുമുണ്ട്. ഇപ്പം രാഹുൽ ഗാന്ധി വരാറുണ്ട്, മോദി വരാറുണ്ട്, അങ്ങനെ പല ആളുകളും വരാറുണ്ട്. അപ്പം ഇങ്ങനെ പല ആളുകൾ വരുന്ന സമയത്തും രാഹുൽ ഗാന്ധിയുടെയൊക്കെ, ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നതല്ല, രാഹുൽ ഗാന്ധിയുടെ ഒക്കെ റോഡ് ഷോയിൽ വാഹനത്തിന്റെ മുകളിൽ കയറി ഇരുന്നു കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പല ആളുകളോടും അദ്ദേഹം കൈവീശി കാണിക്കുക, പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇത് വാഹനത്തിന്റെ മുകളിൽ കയറി ഇരുന്ന് വാഹനം ഓടിക്കുന്നത് ഇന്ത്യൻ ഗതാഗത നിയമപ്രകാരം തെറ്റല്ലേ? കേസെടുത്തിട്ടുണ്ടോ? കേസെടുത്തിട്ടില്ല. എന്തേ കേസെടുക്കാത്തത്? അദ്ദേഹം ഒരു VIP ആണ്, അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രചാരണവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അവിടെ പോലീസ് ഒന്ന് കണ്ണടച്ചു കൊടുത്തു, അത്ര തന്നെ. ഇവിടെ സച്ചിൻ ടെണ്ടുൽക്കർ വരുമ്പോൾ ഇവിടെ ഏതെങ്കിലും തരത്തിലൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ടൊരു കാര്യം ചെയ്യുകയാണെന്ന് വിചാരിച്ചോ? ഇപ്പൊ ഒരാൾ അങ്ങനെ മരണപ്പെടുകയും ചെയ്തു ഒരു ഡ്രൈവിങ്ങിനിടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനിടെ. അപ്പൊ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടൊരു കാര്യങ്ങൾ ചെയ്യുന്നതിനായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മന്ത്രി റോഡ് വാഹനം ബസ് ഓടിച്ചു, ഗണേഷ് കുമാർ. ഇദ്ദേഹത്തിന് ബസ്സിന്റെ ലൈസൻസ് ഉണ്ടോ, അദ്ദേഹം സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് കൃത്യമായ രീതിയിലല്ല വാഹനം ഓടിച്ചതെന്നൊക്കെ പറഞ്ഞ പ്രശ്നം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കേസ് എടുത്തോ? ഒരു കേസും എടുത്തിട്ടില്ല. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെയൊക്കെ നിയമത്തിനപ്പുറത്തേക്ക് നീതിയുടെയും സാമാന്യ മര്യാദയുടെയും കാര്യമുണ്ട്. ഇതൊന്നും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണമെന്ന് ആലോചിച്ച് ചെയ്ത കാര്യങ്ങളല്ല. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴാണ് അർജുൻ തില്ലങ്കേരിയാണെന്ന് തോന്നുന്നു, കണ്ണൂർ ഏതൊരു പ്രദേശത്ത് ഒരു ഓപ്പൺ ജീപ്പിൽ ആകാശ് തില്ലങ്കേരി നമ്പർ പ്ലേറ്റ് ഇല്ലാതെ വലിയ വിവാദമായിരുന്നു. അതെ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ ഇപ്പൊ പബ്ലിക് റോഡിൽ ഉണ്ടാക്കി എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് ആളുകൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ന്യായീകരിക്കാൻ കഴിയില്ല. പക്ഷെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ആ മനുഷ്യനെ പിടിച്ച് കൊണ്ടുപോകുന്ന പോലീസുകാരന്റെ ഭാവമുണ്ട്. വീരപ്പനെ പിടിച്ചു ഞാൻ, ഏതോ ഭീകരവാദിയെ പിടിച്ചു എന്നുള്ള നിലയിൽ കയ്യൊക്കെ പിടിച്ച് ഇങ്ങോട്ട് നിൽക്കടാ എന്നുള്ള നിലയിലൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടോ? പോലീസിന്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്, അതൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ല, ചെയ്യണം. പക്ഷേ ഒരു ചേർത്ത് പിടിക്കൽ, ഒരു ചേർത്ത് പിടിക്കൽ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ഭാഗത്തു നിന്നെങ്കിലും സോഷ്യൽ മീഡിയയിൽ കാണേണ്ടതായിരുന്നു. നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഈ സമയത്ത് അത്തരം പോസ്റ്റുകൾ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. എങ്കിലും ഒരു ചേർത്ത് പിടിക്കൽ യുവാക്കൾക്ക് വലിയൊരു പ്രചോദനമാണ്. കഴിവുള്ള യുവാക്കൾക്ക് രാജ്യത്തിന് വേണ്ടിയിട്ട്, രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ കഴിവുകൾ സംഭാവന ചെയ്യുവാൻ വേണ്ടിയിട്ട് വലിയൊരു
അവസരമാണ്, വലിയൊരു പ്രചോദനമാണ് ഈ ചേർത്ത് പിടിക്കൽ എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ തീർച്ചയായും. നമ്മളെ രാഷ്ട്രീയക്കാർ ചെയ്യണം. ഇദ്ദേഹം ഒരു ഭീകരവാദി അല്ല. ഇങ്ങനെ ഈ 1500 കിലോമീറ്ററോളം സ്കേറ്റ് ചെയ്ത് വരിക എന്ന് പറയുന്നത് ഒരു എളുപ്പ കാര്യമല്ല. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു സിനിമയുണ്ട്, ഈ എന്താണ് സ്ട്രെയിറ്റ് സ്റ്റോറി ആണെന്ന് തോന്നുന്നു, ഡേവിഡ് ലിഞ്ചിന്റെ ഒരു സിനിമയാണ്, അമേരിക്കയിൽ ഇറങ്ങിയ സിനിമയാണ്. അതിന്റെ കഥ എന്ന് പറയുന്നത് 70 വയസ്സുകാരനായിട്ടുള്ള ഒരാള് തന്റെ അനിയനെ കാണുവാൻ വേണ്ടിയിട്ട്, അനിയൻ സ്ട്രോക്ക് വന്നിട്ട് കിടക്കുകയാണ്, അനിയനെ കാണുക, അയാളുടെ ഭാര്യ മരിക്കുകയും ചെയ്തു. അപ്പോൾ അനിയനെ കാണുവാൻ വേണ്ടിയിട്ട് ഒരു 250 കിലോമീറ്റർ പുല്ലരിയുന്ന യന്ത്രമില്ലേ, കുഞ്ഞി യന്ത്രം, ആ യന്ത്രത്തിൽ ട്രാവൽ ചെയ്യാണ് ഒറ്റയ്ക്ക്. ഭയങ്കര പ്രശസ്തി ആർജിച്ച ഒരു സിനിമയാണ്. അപ്പൊ എനിക്ക് ഇതൊക്കെ ഈ സാധനമൊക്കെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു സിനിമയ്ക്കൊക്കെ, സിനിമാ താല്പര്യമുള്ള പല യുവാക്കൾക്കൊക്കെ സിനിമയ്ക്കൊക്കെ പ്രചോദനമാകുന്ന ഒരു യഥാർത്ഥത്തിൽ ഒരു കഥയാണ് ഈ സ്കേറ്റിംഗുകാരന്റെ എന്നാണ് നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ തോന്നുന്നത്. കാരണം വളരെ കൗതുകമുള്ള, അതിശയോക്തി ഉള്ള ഒരു കാര്യം തന്നെയാണ് ഇദ്ദേഹം ചെയ്തത്. ഇദ്ദേഹത്തിനെതിരെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിലും ഒരു ചേർത്തു പിടിക്കലും അദ്ദേഹത്തിന്റെ ഈ കഴിവിനെ കൂടുതൽ എന്താണ് ശോഭിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാനുള്ള സഹായങ്ങൾ ആരെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കട്ടെ. കാരണം രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് യുവാക്കളാണ്, യുവാക്കളുടെ കയ്യിലുള്ള ഇത്തരം കഴിവുകളുമാണ്. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. തീർച്ചയായും.